അങ്ങനെ നമ്മളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം കടലിൽ പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നൊരു ദിവസം ഫുള്ള് നമുക്ക് അവിടെ ചിലവഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഈ ബീച്ചിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 2 ലോഞ്ചറും പിന്നെ ഒരു കുടയും തന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇത് ഫുള്ള് ഇങ്ങനെയാണ്. ഇതുപോലത്തെ ലത്തീനുകളും കുടകളും ഒക്കെ വെച്ച് എല്ലാവരും ഇങ്ങനെ ലീവിന് വരുന്നവർ കുറേ നേരം കടലിൽ പോയി ചാടും. അത് കഴിഞ്ഞിട്ട് ഇത്തേ വന്ന് റെസ്റ്റ് ചെയ്യും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതി. വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ പിള്ളേർക്ക് അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു കടലാന്നാട്ടോ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കല്ലുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ആഴ കൂടുതലും ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പിള്ളേർക്കൊക്കെ നല്ല സേഫായിട്ട് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് കരയിൽ നമ്മുടെ കട്ടിലയിൽ നന്നായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഇവർ സേഫായിട്ട് അവിടെ ഇരുന്ന് കളിച്ചോളുകയും ചെയ്യും. പിന്നെ പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മളിങ്ങടെ കൂടുതൽ ഇറങ്ങുമ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോവാം. അങ്ങനെ എന്തായാലും നല്ല എൻജോയ് ആയിരുന്നു കേട്ടോ. ഒരു ഫുൾ ടൈം ഞങ്ങൾ ഇന്ന് അവിടെ അങ്ങ് ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടുന്ന് തന്നെ വാങ്ങിച്ചു കഴിച്ചു. തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും കഫറ്റേരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നിനും നമുക്കൊരു കുറവുമില്ല. ക്യാഷ് കയ്യിലുണ്ടായാൽ മാത്രം മതി. കാരണം ബീച്ച് സൈഡിലാവുമ്പോൾ എല്ലാ സംഭവങ്ങൾക്കും കുറച്ച് വില കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ബാത്റൂം ഫെസിലിറ്റീസും നമുക്ക് കുളിച്ചിട്ട് കയറി പോകാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം കടലിൽ നിന്ന് കയറി കഴിയുമ്പോൾ കുറച്ച് മണ്ണും ഉപ്പുവെള്ളം ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ. സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് മെയിനാണ്. കാരണം ഈ 6 മാസം തണുപ്പ് കഴിഞ്ഞിട്ട് കിട്ടുന്ന വൈറ്റമിൻ ഡി കിട്ടാൻ പറ്റുന്ന ഏക ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കടലിപ്പോക്കാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബീച്ച് സൈഡിൽ ലീവ് എടുത്ത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ താമസം. ആദ്യമൊക്കെ നമുക്കത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയെങ്കിലും ഇപ്പം നമ്മളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.